വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ ദിവസം ദർ അൽ ബലയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 9 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദർ അൽ ബലയിലെ അൽ ബറിക്ക സ്ട്രീറ്റിൽ ജനനിബിഡമായ ഏരിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് 9 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും കൂടുതലും കുട്ടികളായിരുന്നു. കൂടാതെ 700ഓളം അഭയാർത്ഥികൾ താമസിക്കുന്ന ഗസയിലെ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 12 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. എന്നാൽ ഡസൻ കണക്കിന് ആളുകൾ തകർന്നടിഞ്ഞ കെട്ടിടത്തിനടിയിലുണ്ടെന്നാണ് ഗസയിലെ സിവിൽ ഡിഫൻസ് വർക്കേഴ്സ് പറയുന്നത്. ഈ സ്കൂൾ ആക്രമണത്തിനും ഇസ്രായേൽ പറയുന്ന കാരണം ആ സ്കൂളും ഹമാസിന്റെ കമാൻഡ് സെന്റർ ആയിരുന്നു എന്നാണ്. ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ നിന്നും ജീവിതത്തിലേക്ക് ഓടിക്കയറിയ പല കുട്ടികൾക്കും പറയാനുള്ളത് ഭയപ്പാടിന്റെ കഥകളാണ്. അവർക്കിപ്പോൾ രാവും പകലും പേടിയാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും അവരെ തേടിയെത്തുന്ന മരണത്തിന്റെ ഭീകരമുഖമാണ് അവർക്ക് മുന്നിൽ. ഒരു രാത്രിയിലും സമാധാനത്തോടെ ഉറങ്ങാൻ അവർക്കാകുന്നില്ല. ഓരോ ശബ്ദങ്ങളും അവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് കണ്ണിമ പൊട്ടുമ്പോൾ അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു വരുന്നത് ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ്, തളം കെട്ടിക്കിടക്കുന്ന രക്തമാണ്. ഇതിനിടയിൽ ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞിരുന്ന 33 ഫലസ്തീനികളെ ഇസ്രായേൽ സ്വതന്ത്രമാക്കി. അവർ സദൻ ഗസയിൽ തിരിച്ചെത്തി കുടുംബങ്ങളുമായി ചേർന്നു. യാതൊരു കുറ്റവും ചാർജ് ചെയ്യാതെയായിരുന്നു അവരെ തടങ്കലിൽ വെച്ചിരുന്നത്. ഇസ്രായേലിന്റെ ജയിലുകളിൽ നിന്നും സ്വതന്ത്രരായ ഫലസ്തീനികളുടെ വാക്കുകൾ: ഏകദേശം 3 മാസത്തോളം ഞാൻ ഇസ്രായേലിന്റെ പീഡനത്തിന് വിധേയരായി. ഇരാവും പകലും മർദ്ദിച്ചു. എന്റെ വാരിയെല്ലുകൾ തകർന്നു, തോളലുകൾ സ്ഥാനം തെറ്റി. എല്ലാ നിലക്കുമുള്ള പീഡനങ്ങളും ഏൽപ്പിച്ചു അവർ. സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവരുടെ പീഡനങ്ങൾ. ഖരം അബു സലാം ക്രോസിൽ നിന്നാണ് അവരെന്നെ അറസ്റ്റ് ചെയ്തത്. ഞാൻ ആളുകൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നെ ചോദ്യം ചെയ്യുകയും അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഞാൻ 37 ദിവസത്തോളം ജയിലിൽ കിടന്നു. പല ഫലസ്തീനുകളെയും 6 മാസത്തിലധികമാണ് അവർ ശിക്ഷിച്ചിട്ടുള്ളത്. അവരിൽ പലരുടെയും കുടുംബങ്ങൾക്കറിയില്ല അവർ എവിടെയാണെന്നോ, അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അവർക്കറിയില്ല. അതുപോലെ ഓരോരുത്തർക്കും ഒരുപാട് പീഡന കഥകൾ പറയാനുണ്ട്. ചിലർ പറയുന്നു ഇസ്രായേലി തടവിലുള്ള സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയരാകുന്നുണ്ടെന്ന്, കുട്ടികളെ പോലും അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന്, പലപ്പോഴും തടവുകാരെ പട്ടിണിക്കിടുമായിരുന്നുവെന്ന്. പക്ഷെ പുറലോകം ഇസ്രായേലിന്റെ തമാടിത്തരങ്ങൾക്ക് മുഖം കൊടുക്കുന്നില്ല. കാരണം അവിടെ ക്രൂരത അനുഭവിക്കുന്നത് ഫലസ്തീനികളാണല്ലോ. ഇസ്രായേൽ സേന പറയുന്നു അവർ ഗസയിൽ നിന്നും 6 ബന്ദികളുടെ ഡെഡ് ബോഡികൾ കണ്ടെടുത്തുവെന്ന്. റിക്കവറി സമയത്ത് പകർത്തിയതെന്ന് പറയുന്ന ഒരു വീഡിയോയും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഹമാസിന്റെ പോരാളികളുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലിന് ശേഷം തെക്കൻ ഖാൻ യൂനിസിലെ ടണലിൽ നിന്നും ക്യാപ്റ്റന്റെ ഡെഡ് ബോഡി കണ്ടുകിട്ടിയെന്നാണ് അവർ പറയുന്നത്. അതേസമയം ഗസൻ യുദ്ധത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് ഉള്ള ആശങ്ക ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ ഫത്തഹ് സിസി ആന്റണി ബ്ലിങ്കനുമായി പങ്കുവച്ചു. ബ്ലിങ്കൻ ഇസ്രായേലിൽ നിന്നും ഖത്തറിലേക്ക് പോകുന്ന വഴിയാണ് ഇരുവരുമായി കൂടിക്കാഴ്ച നടന്നത്. ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിടവുകൾ നികത്തുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. അതേസമയം ഹമാസ് പറയുന്നത് ചില പ്രധാന കീ പോയിന്റുകൾ ബാക്കിയുണ്ടെന്നാണ്. അതിലൊന്നാണ് ഫിലാഡൽഫിയ കോറിഡോറുമായി ബന്ധപ്പെട്ട വിഷയം. 16 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ ഭൂപ്രദേശം ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അവരുടെ അതിർത്തിയെ പ്രതിനിധീകരിക്കുന്നതാണ്. 2005 ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്നതുവരെ ഈ പ്രദേശത്തിലൂടെയുള്ള ജനങ്ങളുടെയും ചരക്കുകളുടെയും നീക്കം നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേലായിരുന്നു. എന്നാൽ 2005 ശേഷം അതിർത്തിയിലെ പട്രോളിംഗ് ഡ്യൂട്ടി ഈജിപ്ത് ഏറ്റെടുത്തിരുന്നെങ്കിലും ഇപ്പോഴും ഇസ്രായേലിന്റെ പരിശോധനകൾക്ക് ശേഷമാണ് എല്ലാം കടത്തിവിടുന്നതും എല്ലാവരും പോകുന്നതും. എന്നാൽ ഹമാസും ഈജിപ്തും ഇസ്രായേലിന്റെ ഈ നടപടിയെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഹമാസ് പറയുന്നത് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അമേരിക്ക തലകുനിക്കുകയാണെന്നാണ്. സത്യത്തിൽ ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ മറ്റൊരു അമേരിക്കയാവാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരെയും കയറിച്ചെന്ന് ആക്രമിക്കുക, നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുക, ഭീഷണിപ്പെടുത്തുക, മേഖലയുടെ മുഴുവൻ നിയന്ത്രണവും കൈയടക്കാൻ ശ്രമിക്കുക. ഈ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിക്കാൻ ആരെങ്കിലുമൊക്കെ ഉയർന്നു വന്നാലേ ശരിയാവുകയുള്ളൂ. ഇസ്രായേലെ ഒന്നുമല്ലാതാക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേലായിരിക്കും ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും ഭീഷണി. ഇസ്രായേൽ ഒരിക്കലും ഒരു പരിപൂർണ വെടിനിർത്തലിനോ മുഴുവൻ സേനാ പിന്മാറ്റത്തിനോ തയ്യാറാവുകയില്ല. അവർക്ക് ഗസ ക്രോസിന്റെയും ഫിലാഡൽഫിയ കോറിഡോറിന്റെയും നിയന്ത്രണം വേണം. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല. ആ നിയന്ത്രണം ഇല്ലാതായാൽ ഹമാസ് പൂർവാധികം ശക്തി പ്രാപിക്കുമെന്ന്, അത് ഇസ്രായേലിന്റെ ശവക്കുഴി തോണ്ടുമെന്നും അവർക്കറിയാം. അത് കാരണം ഇസ്രായേൽ ഒരിക്കലും
ആ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല. ബൈഡന്റെ വെടിനിർത്തൽ പ്രപ്പോസ് പ്രകാരം 2 ഘട്ടങ്ങളിലായുള്ള മുഴുവൻ സേനയുടെയും പിന്മാറ്റമാണ്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് 6 ആഴ്ച നീളുന്ന താൽക്കാലിക വെടിനിർത്തലാണ്. അതിനർത്ഥം ഒരു വലിയ സൈന്യം ഫിലാഡൽഫിയ കോറിഡോറിലും റഫ ക്രോസിംഗിലും എന്ന് നിലനിൽക്കുമെന്നാണ്. അത് ഗസയിലേക്കുള്ള ഗതാഗതത്തിന് ഇസ്രായേലിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കും ഫലസ്തീനികൾക്ക്. അതുകൊണ്ട് തന്നെ ഹമാസ് ഒരിക്കലും അത്തരത്തിലൊരു നീക്കുപോക്കിന് സമ്മതിക്കാൻ സാധ്യതയില്ല. അതിനിടെ സദ്യൻ ലബനാനിലെ ഹിസ്ബുള്ളയുടെ ഒരു ആയുധപ്പുര ഇസ്രായേൽ തകർത്തു. റോക്കറ്റുകൾ നിയന്ത്രണമില്ലാതെ ദിക്കുകളില്ലാതെ ചീറിപ്പാഞ്ഞു. ലബനാനിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി. സദേൺ ലബനാനിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പോരാളികളുടെ ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പ്രതികാരം നടപടി എന്ന നിലയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയെ കത്തിയമർന്നത്. ഇസ്രായേൽ ഇതുവരെയും ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങളായ കമാൻഡോസിനെയും നേതാക്കന്മാരെയുമാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയുടെ ആക്രമണ ശക്തി ഇല്ലാതാക്കുക എന്നതിലാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ലബനോനിൽ സംഭവിച്ചില്ല എന്നതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അത്രയും വലിയൊരു ആയുധപ്പുരയല്ല ഇസ്രായേൽ തകർത്തതെന്നാണ്. സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ ബോർഡറുകളിലേക്ക് ഹിസ്ബുള്ള പോരാളികൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെയും ചെറിയ ആയുധങ്ങളുടെയും സംഭരണ കേന്ദ്രമായിരുന്നു അത്. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആയുധശക്തി കുറയുമെന്ന് തോന്നുന്നില്ല. ഹിസ്ബുള്ളയെ അപേക്ഷിച്ച് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വളരെയധികം സുശക്തമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഏത് മുക്കിലും മൂലയിലും കയറി ആക്രമണം നടത്താനും ഹിസ്ബുള്ളയുടെ കമാൻഡോസിനെ കൊല്ലാനും കഴിയുന്നത്. ഇവിടെ ഒരു സത്യം നാം മറന്നുപോകരുത്. കഴിഞ്ഞ ദിവസമാണ് ആന്റണി ബ്ലിങ്കൻ എല്ലാവരെയും വാൺ ചെയ്തത്. വെടിനിർത്തൽ കരാറിനെ തുരങ്കം വെക്കുന്ന രൂപത്തിൽ മേഖലയിൽ ആരും തന്നെ ആക്രമണങ്ങൾ അയച്ചുവിടരുതെന്ന്. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായാൽ ആ കാരണവും ഇസ്രായേലിന് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവലിയാനുള്ള അവസരമാകും. അതേസമയം ഇസ്രായേലിനാവട്ടെ മേഖലയിൽ എന്ത് തരം തോന്നിവാസങ്ങളും ചെയ്യാം. ആരും ചോദിക്കാനോ പറയാനോ ഇല്ല.